കത്രികകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തുരുമ്പിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേന് തുരുമ്പിക്കാറുണ്ട്. അതിനകത്തൊക്കെ ഇരുമ്പിൻ്റെയൊക്കെ കറയൊക്കെ പിടിച്ചിട്ട് സ്റ്റക്കായിരിക്കും, തുറക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കവറുണ്ടല്ലോ, കാലിക്കവർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ വേസ്റ്റ് നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്, ബാക്കി വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് മാത്രം മതി കേട്ടോ. അതെടുത്തിട്ട് കത്രികയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക, തുരുമ്പ് കറയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം കറ പോയി കിട്ടുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ തുരുമ്പിച്ച കത്തി ഉണ്ടല്ലോ, ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു, കാരണം ഈ സോസിനൊരു പുളിപ്പുണ്ടല്ലോ, ആ പുളിപ്പ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ കറകളെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊരു കോട്ടൺ തുണിയോ സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ അത് ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ നമുക്കതിന് മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല പുതിയ കത്രിക പോലെ ആയതുകൊണ്ട് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതേപോലെ കത്തിയും കത്രികയൊക്കെ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതേപോലെ തുണി മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കത്തിയൊക്കെ ഉണ്ടല്ലോ, മീൻ മുറിക്കുന്ന കത്തിയാണെങ്കിലും തുണി മുറിക്കുന്ന കത്തിയാണെങ്കിലും എല്ലാം അതുപോലെ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു കത്തിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം നല്ല സ്റ്റക്കായിരിക്കുന്നതൊന്ന് മാറി കിട്ടും കേട്ടോ. അതിപ്പോൾ തുരുമ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനും സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം അതിനകത്തോട്ട് തേച്ച് കൊടുക്കുക. കാരണം എണ്ണ തേക്കുമ്പോഴത്തേനും ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എത്ര പഴകിയ തുണി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ കുക്കർ അടി കണ്ടോ, അടിയിൽ ആ കറുത്ത ഭാഗമല്ല, മഞ്ഞക്കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ സോസ്, ഈ ടൊമാറ്റോ സോസിൻ്റെ കവർ ഇതേപോലെ ഒന്ന് അതിൻ്റെ കുറച്ച് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും കേട്ടോ. കാരണം ആ ഒരു പുളിപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കറയെല്ലാം പോയിട്ട് കുക്കർ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തുടച്ചെടുത്തതാണേ കണ്ടോ. അതിൻ്റെ ആ കറുത്ത എല്ലാം പോയിട്ടുണ്ടേ, അതുപോലെ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്.